ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് SIT. മറ്റൊന്നുമല്ല, ശബരിമലയിലെ തന്ത്രി, ശബരിമല ക്ഷേത്രത്തിൻ്റെ തന്ത്രി, ശബരിമല അയ്യപ്പസ്വാമിയുടെ പിതാവ് എന്ന് കരുതുന്നത് പന്തളം രാജാവാണെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ ദേവന്റെ പിതാവായിട്ട് സങ്കല്പിക്കുന്നത് തന്ത്രിയെയാണ്. ഇവിടെ പന്തളം രാജാവാണ് അയ്യപ്പൻ്റെ പിതാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ പിതാവിന് തുല്യനായ ആളാണ് തന്ത്രി. ആ തന്ത്രി രാജീവര്, കണ്ഠരര് രാജീവര് ഇതാ കസ്റ്റഡിയിലായിരിക്കുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. ഒരു ക്ഷേത്രത്തിലെ ചൈതന്യം നിലനിർത്തുന്ന ആ ക്ഷേത്രത്തിൻ്റെ ദേവചൈതന്യം ലോകത്തെമ്പാടും പ്രസരിപ്പിക്കേണ്ട, തൻ്റെ തപസ്സുകൊണ്ടും മന്ത്രജപങ്ങൾ കൊണ്ടും ഒക്കെ ജനങ്ങൾക്ക്, ഭക്തർക്ക് നല്ലത് വരുത്തേണ്ട ഒരു തന്ത്രി ഇതാ ഒരു സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് നേരത്തെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഈ കേസിൽ അറസ്റ്റിലായ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ മുമ്പ് തന്നെ നിരവധി തവണ വെളിപ്പെടുത്തിയതാണ്. ദൈവതുല്യനായ ഉന്നതൻ പറഞ്ഞാൽ അതെങ്ങനെ നിരാകരിക്കും, നിഷേധിക്കും എന്ന് പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നതാണ്. അന്ന് തന്നെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഈ ചോദ്യം ഉയർത്തിയിരുന്നു, ആരാണ് ഈ ദൈവതുല്യനായ ഉന്നതൻ എന്ന്. ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും പത്മകുമാറിനോട് തന്നെ അവസരം കിട്ടിയപ്പോഴൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പക്ഷേ ഒരു സൂചന അദ്ദേഹം തന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് ശവം തീനിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദൈവതുല്യനായ ഉന്നതൻ ശവം തീനിയല്ല, ശവം തിന്നുന്നയാളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മാംസം ഭക്ഷിക്കാത്തയാൾ ശബരിമല തന്ത്രിയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതുപോലെ ശബരിമലയിലെ മേൽശാന്തി ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞതുപോലെ മാംസം ഭക്ഷിക്കാത്തവർ. അവർ ജനിച്ചിട്ട് ഇതുവരെ മാംസം ഭക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ആ തന്ത്രിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. തന്ത്രി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ SITയുടെ കസ്റ്റഡിയിലാണ് അദ്ദേഹത്തെ ഇന്ന് രാവിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് SIT വിളിച്ചു വരുത്തുകയായിരുന്നു. മുമ്പൊരിക്കൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അന്ന് പുറത്തിറങ്ങിയ അദ്ദേഹത്തോട് ഈ ദൈവതുല്യനായ ഉന്നതൻ ആരാണ്, ശബരിമല ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സൂചിപ്പിക്കുന്ന ദൈവതുല്യനായ ഉന്നതൻ ആരാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ദൈവതുല്യനായ ഉന്നതർ പലരും ഉണ്ടല്ലോ, എനിക്കറിയില്ല ആരാണ് എന്ന് അന്ന് മറുപടി നൽകി ഒഴിഞ്ഞു മാറുകയായിരുന്നു കണ്ഠരര് രാജീവര്. എന്നാൽ അതേ കണ്ഠരര് രാജീവര് ഇതാ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. താമസിയാതെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SIT വളരെ നിർണായകമായ ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേസിന്റെ മുന്നോട്ടുള്ള ദിശ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആകാംക്ഷയോടെ, ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോടതിയുടെ, അതായത് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോഴെല്ലാം അടച്ചിട്ട ചേംബറിനുള്ളിലാണ് ഈ കേസിന്റെ വിശദമായ കാര്യങ്ങൾ കോടതി കേട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ SITയിൽ നിന്നോ കോടതിയിൽ നിന്നോ ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി ഒട്ടും തന്നെ ചോർന്ന് പുറത്തു വന്നിരുന്നില്ല. മാധ്യമങ്ങൾക്കൊന്നും തന്നെ അത് കിട്ടിയിരുന്നില്ല. മാധ്യമങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു SIT എന്ത് നടപടി സ്വീകരിക്കും എന്ന്. ഈ ഏറ്റവും ഒടുവിൽ ജനുവരി 5-ാം തീയതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് SIT കോടതിക്ക് സമർപ്പിച്ചിരുന്നു. അന്ന് കോടതി ധൈര്യസമേതം മുന്നോട്ട് പോകാനാണ് SITയോട് നിർദ്ദേശിച്ചത്. മാത്രമല്ല SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നും കോടതി പറഞ്ഞിരുന്നു. അതായത് വളരെ കൃത്യമായിട്ട് ഈ തന്ത്രിയുടെ പങ്ക് എന്താണെന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചു. ആ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തി SIT. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്, ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ SIT ഇപ്പോഴിതാ ഈ ദൈവതുല്യനായ ഉന്നതനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. താമസിയാതെ അറസ്റ്റ് രേഖപ്പെടുത്തും. വളരെ തുടക്കം തൊട്ടേ തന്ത്രിയുടെ നിലപാടുകൾ, നടപടികൾ ഒക്കെ ദുരൂഹമായിരുന്നു. ശബരിമലയിൽ നമുക്കറിയാം, അവിടുത്തെ സ്വർണ്ണ താഴിക കുടങ്ങൾ കാണാനില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഈ ശബരിമല ക്ഷേത്രത്തിലെ കൊടിമരം മാറ്റി
പുനഃപ്രതിഷ്ഠ നടത്തി. അങ്ങനെ പുനഃപ്രതിഷ്ഠ നടത്തിയപ്പോൾ പഴയ കൊടിമരത്തിന് ജീർണതയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനം ഉണ്ടായ ശേഷമാണ് ഈ കൊടിമരം മാറ്റി പുനഃപ്രതിഷ്ഠ പുതിയ കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടപടികളിലേക്ക് കടന്നത്. അതിൻ പ്രകാരം അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പൂർത്തിയാക്കി പുതിയ കൊടിമരം അവിടെ സ്ഥാപിച്ചു. അത് പഴയതുപോലെ സ്വർണം പൂശി അത് വേണ്ടതെല്ലാം ചെയ്ത് അത് പൂർത്തിയാക്കി. തുടർന്ന് ഈ പഴയ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന വാജിവാഹനം കാണാനില്ല. ഇത് അന്വേഷിച്ചു പോയവർക്ക് അത് കിട്ടിയതുമില്ല. ദേവസ്വം ബോർഡാകട്ടെ അതിൽ വലിയ ശുഷ്കാന്തി കാണിച്ചതുമില്ല. വാജിവാഹനം കാണാനില്ല എന്നുള്ളതൊരു വലിയ വാർത്തയുമായില്ല, അത് ചർച്ചയുമായില്ല. ഈ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നപ്പോഴാണ് ഈ വാജിവാഹനത്തിന്റെ വിവരവും പുറത്തു വരുന്നത്. വാജിവാഹനം മാത്രമല്ല, താഴികക്കുടം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, വിലപിടിപ്പുള്ള അമൂല്യമായ, വില മതിക്കാൻ കഴിയാത്ത, ഒറ്റ നോട്ടത്തിൽ വില പറയാൻ കഴിയാത്ത അമൂല്യ വസ്തുക്കൾ, പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിക്കപ്പെടുന്നത് ഈ സ്വർണ്ണപ്പാളി കൊള്ളക്കേസിലാണ്. സ്വർണ്ണപ്പാളി അവിടുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ തന്നെ ഈ വാജിവാഹനത്തിന്റെ കാര്യത്തിലും ചില നീക്കുപോക്കുകൾ ഉണ്ടായി. വളരെ പെട്ടെന്ന് തന്ത്രി രാജീവര്, കണ്ഠരര് രാജീവര് ഒരു വെളിപ്പെടുത്തലുമായിട്ട് വരുന്നു. വാജിവാഹനം തൻ്റെ വീട്ടിലുണ്ട്, ദേവസ്വം ബോർഡ് ദയവായിട്ട് അത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നു. തന്ത്രിയുടെ വീട്ടിൽ ഇതെന്തിനു കൊണ്ടുപോയി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞായിരിക്കും ഇക്കൂട്ടർ പ്രതിരോധിക്കുക. അതുകൊണ്ട് തന്നെ ഭക്തർ അയ്യപ്പൻ കഴിഞ്ഞാൽ പ്രത്യക്ഷ അയ്യപ്പനായിട്ട് കരുതുന്നത് തന്ത്രിയെയും മേൽശാന്തിയെയും ഒക്കെയാണ്. കാരണം അയ്യപ്പനെ തൊട്ടടുത്ത് നിന്ന് പൂജിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്ന ഈ ദൈവതുല്യരായ ഉന്നതരെ ഭക്തർ, തീർത്ഥാടകർ, അയ്യപ്പ ഭക്തർ ഒക്കെ കാണുന്നത് അയ്യപ്പന്റെ പ്രതിപുരുഷനായിട്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, പന്തളം രാജാവ് അയ്യപ്പന്റെ പിതാവാണെങ്കിൽ തന്ത്രിയെയും അതേ സ്ഥാനം കൊടുത്താണ് ഭക്തർ കാണുന്നത്. അങ്ങനെയുള്ള ഈ തന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് തന്ത്രി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുക. തന്ത്രിമാരെയും മേൽശാന്തിമാരെയും ഒന്നും അവിശ്വസിക്കുന്ന പതിവ് നമുക്കില്ല. ഇവിടെ പക്ഷെ തെളിവുകൾ പൂർണ്ണമാണ്. വാജിവാഹനം തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് തന്ത്രി തന്നെയാണ്. അത് തിരിച്ചെടുക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടതും തന്ത്രിയാണ്. ഇത് എന്തിനാണ് അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി വെച്ചത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. ഈ ചോദ്യത്തിന് തന്ത്രി കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന് തീർച്ചയാണ്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ തന്ത്രിക്ക് വളരെ ആഴത്തിൽ ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് കിട്ടിയിരിക്കുന്നത്. ആ തെളിവുകളാണ് ഇപ്പോൾ തന്ത്രിയെ കുടുക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ച് ഈ പറഞ്ഞതുപോലെ ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഈ കീഴ്ശാന്തിമാരിൽ ഒരാളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലനിർത്തിയതും പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ നിന്ന് വിടുതൽ നേടി പുറത്തുപോയി ഈ പറഞ്ഞതുപോലെ സ്പോൺസർമാരെ കൊണ്ടുവരാൻ ആരംഭിച്ചു. ഈ സ്പോൺസർമാരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുകയും തന്ത്രിയുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പിന്നീട് ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിലേക്ക് കടന്നത്. നേരത്തെ ബെല്ലാരിയിലെ റോദം ജുവലറി ഉടമ ഗോവർദ്ധനും ഇതുപോലെ സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ശബരിമലയിലെത്തുകയും തന്ത്രിയുമായിട്ടുമൊക്കെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്ത ആളാണ്. ഈ വ്യക്തിയെക്കുറിച്ച് വളരെ ദുരൂഹമായ പല വിവരങ്ങളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും തന്ത്രിക്ക് പറയാനേറെയുണ്ട്. ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ, അവിശുദ്ധ ബന്ധത്തിൻ്റെ, അവിഹിത ബന്ധത്തിൻ്റെ കാണാപ്പുറങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ SITക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും കസ്റ്റഡിയിലായിരിക്കുന്ന ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.